ഞാനിവിടെ ഇരുന്ന വീഡിയോ ചൊറ്റയ്ക്കയാണിത്. ചൊറ്റയ്ക്ക കൊണ്ടുള്ള കറിയാണ്. ഈ ഉണക്കമീനിട്ട് കറി വെക്കാനാണെങ്കിൽ ഈ മാന്തലാണ്. ഇത് ഉണക്കമീനിട്ട് ചാറ് വെക്കാനായിട്ടുള്ളതാണ്. തേങ്ങ ചാറ് വെക്കാനുള്ള കറിയാണ്. അതിങ്ങനെ നമുക്ക് ചെത്തി എടുക്കണം. ഇങ്ങനെ ഇപ്പോൾ ചെത്തിക്കഴിഞ്ഞ് ഇത് അരിയാണ്. ഇങ്ങനെ ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. ചൊറ്റയ്ക്ക അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഇത് ഇപ്പം കഴുകി അടുപ്പേ വെക്കുകയാണ്. നമ്മുടെ ചൊറ്റയ്ക്കായ്ക്കുള്ള മീനും ചൊറ്റയ്ക്കായ്ക്ക് മീനുമുള്ള അരപ്പാണിത്. ഒരു മുറി തേങ്ങയാണിത്. മഞ്ഞൾ ഒരു 1/4 സ്പൂണായിട്ടേക്ക്. കാന്താരി ഒരു 10-12 ഉണ്ട്. ഒടിച്ചുള്ള വെളുത്തുള്ളി ഇതൊരു 15 ചുവന്നുള്ളിയുണ്ട്, കൊച്ചുള്ളി. നമ്മളിതിൻ്റെ ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കും. കാന്താരി നല്ല എരിവുള്ള കുഞ്ഞ് കാന്താരിയാണ്, നല്ല എരിവുള്ള കാന്താരിയാണ്. 1 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കും. ഇതിന് നമുക്ക് കല്ല് വെച്ചരയ്ക്കാം. നമ്മൾ ചൊറ്റയ്ക്ക നോക്കാം. ചൊറ്റയ്ക്ക വെന്ത് ഉടയ്ക്കുവാണിത്. അരപ്പാണ് അരപ്പ്. പിടിക്കണ്ടേ? ശകലം വെള്ളം കൂടെ ഒഴിക്കുവാണ്. ശകലം വെള്ളം കൂടെ ഒഴിക്കുവാണ്. ചാറ് വേണം. ഒരു സ്പൂണ് മുളക് പൊടിയും കൂടി ഇടുവാണ്. ഇതിന് കൂടെ അരച്ചാൽ ആപ്പാടൊന്ന് ചുമന്നിരിക്കും. അതുകൊണ്ടാണ് കൂടെ അരയ്ക്കുന്നത്. ഇതൊരു 2 പച്ചമുളക് പൊളന്നതാണ്. 2 പച്ചമുളക് പൊളന്നതും ഒരു 1/4 ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടാണ്. ഇതും കൂടി ഇതിനകത്തോട്ട് ഇടുവാണ്. ഇത് 2 കഷ്ണം പുളിയാണ്. ഇത് നല്ലപോലെ കഴുകി ചെറുതായിട്ട് കീറി ഉപ്പും വെള്ളവും കൂടി ചേർത്ത് വെച്ചതാണ്. ഒഴിച്ച് വെച്ച അതിൻ്റെ ഉറയിറങ്ങാൻ വേണ്ടിയിട്ട് പുളിവെള്ളം കൂടി ഒഴിച്ച്. കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പിൻ്റെ കൂടെ പുളിയുടെ കൂടെ ശകലം ഉപ്പ് ഇട്ടാണ്. അതുകൊണ്ട് ഉപ്പ് ഒരു ശകലം ആണ് ഇടുന്നത്. പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. കഷ്ണം ഇതൊന്ന് തിളച്ച് കഴിയുമ്പം ഈ മീൻ ഉണക്കമീനാണ്. ഇത് വെട്ടി എല്ലാം ശരി റെഡിയാക്കിയതാണ്. മീൻ ഇതിനകത്തോട്ടിട്ട് ഇതിവിടെ നിന്ന് വേഗം ഒരു ചെറിയൊരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. ഏത് സാധനത്തിൽ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കുന്നത് നല്ലതാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കറി നമുക്ക് നോക്കാം. നല്ല മണമൊക്കെയാണ് വരുന്നത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. ചൊറ്റയ്ക്കായും ഉണക്കമീനും. ഉണക്കമീൻ എന്ന് പറയുമ്പോൾ ഉണക്ക നണ്ടാണ്. ഇവിടെ ഞങ്ങൾ നണ്ടെന്നാണ് ഇതിന് പറയുന്നത്. അതിനകത്തത് വേറെ ഒരാളുടെ പേര് വരും, മാന്തലെന്ന് പറ്റും. ഇത് നങ്ക. ഇത് നങ്കാണ്.
നോക്കട്ടെ ഉപ്പും പുളിയൊക്കെ. ഉപ്പും പുളിയെല്ലാം കറക്റ്റാണ്. നമുക്കൊരു തീ ചേർത്തേക്ക്. ഇതിനകത്തോട്ട് ഒരു 3/4 സ്പൂൺ വെളിച്ചെണ്ണ, 1 സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണത്, ഉപയോഗിക്കുക.